പൊന്നാനിയിലേക്ക് പോവുകയാണ്. ജംഷീർ കൊടിഞ്ഞുണ്ട്. പൊന്നാനി മണ്ഡലത്തിൽ നമുക്കറിയാം KS ഹംസയെ പോലൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക വഴി തുടക്കത്തിൽ ഒരു മേൽക്കൈ നേടാൻ CPM-ന് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് മണ്ഡലം മാറി അബ്ദുസമദ് സമദാനി എത്തുന്നതോടുകൂടെ ചിത്രം മാറുകയാണ്. വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. പിന്നീട് ഈ സമസ്തയ്ക്കും ലീഗിനും ഇടയിലുള്ള ചില അഭിപ്രായ ഭിന്നതകളിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് അതിശക്തമായി നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അത്തരം പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ സമീപകാലത്ത് ഉമർ ഫൈസി മുക്കം നടത്തിയ ചില പ്രസ്താവനകൾ കൂടി വലിയ ആശങ്കയിലാക്കുന്നുണ്ട് ലീഗിനെ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അക്കാര്യത്തിലൊക്കെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ലീഗ് കടന്നിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ രമ്യമായി പരിഹരിച്ചു കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷ. പക്ഷേ ഇത്തരം ചില അടിയൊഴുക്കുകളിൽ പ്രതീക്ഷ വെക്കുന്നത് CPM ആണ് എന്നുള്ള കാര്യം കൂടിയാണ്. എന്തായാലും പൊന്നാനിയിലെ രാഷ്ട്രീയ പോരാട്ടം കടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവസാനവട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ പൊന്നാനിയിൽ നിന്നുള്ള ചിത്രങ്ങൾ എന്തൊക്കെയാണ് ജംഷീർ? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ KS ഹംസ എന്ന ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ പൊന്നാനിയിൽ ഇറക്കിക്കൊണ്ട് ഒരു വിജയം നേടാമെന്നുള്ള പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. എല്ലാ കാലത്തും LDF-നെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും പൊന്നാനിയിൽ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് ഒരു അടിയൊഴുക്കിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്താറ്. പക്ഷേ അത് വിജയിക്കാറില്ല എന്നതാണ് വസ്തുത. കാരണം 1977 ശേഷം മുസ്ലിം ലീഗ് തന്നെ വിജയിച്ചു പോകുന്നൊരു മണ്ഡലമാണ്. ഇത്തവണ പക്ഷേ മുസ്ലിം ലീഗിലെ മുസ്ലിംകാരനായ KS ഹംസയെ തന്നെ മണ്ഡലത്തിൽ ഇറക്കിക്കൊണ്ടാണ് പൊന്നാനിയിൽ CPM പരീക്ഷണം നടത്തുന്നത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ പല UDF-ന്റെ പല യുവ നേതാക്കളുടെ പേരുകൾ കേട്ടെങ്കിലും KS ഹംസയാണ് പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായി വരുന്നത് എന്ന് KS ഹംസയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടു കൂടിയാണ് അബ്ദുസമദ് സമദാനി പൊന്നാനി മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി വരുന്നതും KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ മുസ്ലിം ലീഗ് ഈ സമസ്ത വിവാദത്തിലൂടെ ഇടഞ്ഞു നിൽക്കുന്ന ഈ സമസ്തയിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ വോട്ടൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് KS ഹംസയെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരുന്നത്. അത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു സമദാനിയെ UDF നിർത്തിയത്. ഏതായാലും ആദ്യഘട്ടത്തിൽ പ്രചരണം തുടങ്ങുന്ന സമയങ്ങളിലൊക്കെ ഒരു വലിയ തരത്തിലുള്ള ആവേശം ഇല്ലായിരുന്നെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വലിയ ആവേശത്തിലേക്ക് ഈ പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും നിർണായകമായ ഒരു കാര്യം സമസ്തയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പല ഘട്ടങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇന്നലെ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ സമദാനിയുടെ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. നേരത്തെ മൊയ്ൻ അലി തങ്ങൾ UDF-ന്റെ യോഗങ്ങളിൽ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല നിശ്ചയിച്ച പരിപാടികളിൽ മൊയ്ൻ അലി തങ്ങൾ വരാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. KS ഹംസ മൊയ്ൻ അലി തങ്ങൾ പങ്കെടുക്കുമോ എന്ന് കാണാം, അല്ലെങ്കിൽ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് മൊയ്ൻ അലി തങ്ങൾ ഇന്നലെ UDF-ന്റെ സമദാനിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. വിവിധയിടങ്ങളിലുള്ള കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് മുസ്ലിം ലീഗിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ സമസ്തയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ മറ്റൊരു തലങ്ങളിലേക്ക് നീങ്ങുന്നതും കൂടുതൽ ഈ സുപ്രഭാതം പത്രം കത്തിക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ സമസ്തയിലെ മുഷാവറ അംഗമായിട്ടുള്ള മുതിർന്ന നേതാവ് ഉമർ ഫൈസി മുക്കത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ വരുന്നതോടുകൂടി അത് തങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. ഇന്ന് വലിയ ഈ പ്രചരണം അവസാനിക്കാനിരിക്കെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇരു സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോകുന്നത്. ഇന്ന് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം കൊട്ടിക്കലാശമില്ല. പോലീസിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കൊട്ടിക്കലാശം ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത് പ്രകാരം കൊട്ടിക്കലാശമില്ല. പക്ഷേ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയും അതോടൊപ്പം തന്നെ ഉണ്ടാകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സമദാനി കോട്ടക്കലിലാണുള്ളത്. 11 മണിയോടുകൂടി KS ഹംസയുടെ റോഡ് ഷോ ചങ്ങരംകുളത്ത് നിന്ന് തുടങ്ങി താനൂരും തിരൂരും പിന്നിട്ട് പുത്തനത്താണിയിൽ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു റോഡ് ഷോ ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അവസാനവട്ട പ്രചരണം ശക്തമാക്കി ഒന്നുകൂടി ആവേശം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇരു മുന്നണികളുടെ സ്ഥാനാർത്ഥികളും. ജിൽസി.